മീന്തുള്ളി അങ്കണവാടിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ സാവിത്രി രാഘവന് യാത്രയയപ്പ് നൽകി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. മീന്തുള്ളി അങ്കണവാടിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ സാവിത്രി രാഘവന് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ പഞ്ചായത്ത് അംഗം വിജി കെ ജോൺ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പോലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരമ്മയുടെ സ്നേഹം നൽകിക്കൊണ്ട് കുട്ടികളെ കരുതലോടെയും സ്നേഹത്തോടെയും കരുതിക്കൊണ്ട് അവരുടെ ഭക്ഷണ കാര്യത്തിലും അവരുടെ ശുചിത്വ കാര്യത്തിലും ഇപ്പോൾ നടത്തുന്ന സേവനം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാകില്ല. ഞാൻ എൻ്റെ 2 മക്കളെയും ചെറുപ്പകാലത്തിൻ്റെ ഒരു നിമിഷം ഞാൻ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. എൻ്റെ മക്കളെ അംഗൻവാടി ചേർക്കുമ്പോഴുള്ള 2 ടീച്ചർമാർ ഇന്ന് എത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കേസ് ടീച്ചറാണ്, ഒന്ന് ഗീത ടീച്ചറാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ മോന് അന്ന് ആ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നവര് ആയ എന്ന് പറയുന്ന അകപ്പ് എന്ന് പറയുന്ന അംബികാമയാണ്. അപ്പം അംഗൻവാടിയിൽ പോയിട്ട് വന്നാൽ വൈകുന്നേരം ചില ദിവസം ചോറ് കൊടുക്കും വാശി പിടിച്ച് കഴിയും. എനിക്ക് അംബികാമയുടെ കഞ്ഞി മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിയും. കാരണം അന്ന് കഞ്ഞിയും പയറുമാണ് അംഗൻവാടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ വാശി പിടിച്ച് കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഇന്നത്തെ യാത്രയ്ക്ക് വേണമെങ്കിൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം, പഞ്ചായത്ത് അംഗം റോഷി ജോസ് എന്നിവർ ചേർന്ന് സാവിത്രി രാഘവന് ഉപഹാരം നൽകി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൾ പുറവക്കാട്ട്, പഞ്ചായത്ത് അംഗം ശ്രുതി രാജേഷ്, കോഴിച്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യാധ്യാപകൻ MD സന്തോഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AC പൗലോസ്, വാർഡ് കൺവീനർ ജായിസ് കണ്ടത്തിൽ, സുരേന്ദ്രൻ, അങ്കണവാടി ടീച്ചർ EK ഷിജി, സാം പുന്നയിൽ എന്നിവർ പ്രസംഗിച്ചു. സാവിത്രി രാഘവൻ മറുപടി പ്രസംഗം നടത്തി. നല്ല രീതിയിലൊരു യാത്രയയപ്പ് നടത്തി പറഞ്ഞു വിടണം, അതിനൊരു സംഘാടക സമിതി വിളിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘാടക സമിതി വിളിച്ചു. റോഷി സാറിൻ്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി കൂടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സാവിത്രി ചേച്ചി ഈ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണുവാനും അവരെ സ്വന്തമായി കരുതി പരിചരിക്കുവാനും അവരുടെ കൂടെ നിൽക്കുവാനും സാവിത്രി ചേച്ചിക്ക് കഴിഞ്ഞു എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വിരമിക്കലും വിടപറയലും എല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം അനിവാര്യമായ ഘടകങ്ങൾ തന്നെയാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു സേവനം ചെയ്യാൻ കഴിയുക എന്നത് വളരെ ഭാഗ്യമുള്ള ഒരു ജോലിയാണ്. അപ്പം നമ്മുടെ അംഗനവാടി ഹെൽപ്പർമാരും ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ജോലി എന്നതിനപ്പുറം ഇതൊരു സേവനം തന്നെയാണ്. ഞാൻ കുറച്ച് നാൾ ടീച്ചറായിരുന്നത് കൊണ്ട് ഈ അംഗനവാടിയിലെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഏകദേശം അറിയാം. അതുകൊണ്ട് പറയുകയാണ്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ് അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും. ടീച്ചർ ഇല്ലാതെ ഒരു അംഗനവാടിയോ ഹെൽപ്പർ ഇല്ലാതെ ഒരു അംഗനവാടിയോ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആദ്യപടിയായ അംഗൻവാടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ കുഞ്ഞിനെ സ്വന്തം മക്കളെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ, പ്രതിദിനം കുട്ടികളെ സ്വാഗതം ചെയ്യുകയും അവരുടെ മൃദുസ്വരം അവരെ താലോലിച്ച് അവർക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ എടുത്തെടുക്കുന്ന സ്നേഹസ്പർശനം ഒക്കെ ഒരമ്മയുടെ കരുതലും ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്വം. നമ്മുടെ ഈ മേഖലയിൽ കേവലം അംഗൻവാടി പ്രവർത്തനങ്ങൾ, അതായത് കുട്ടികൾക്കും അംഗൻവാടി ആശ്രയിക്കുന്ന മറ്റ് ആളുകൾക്കും സേവനം ലഭിക്കുന്ന ആളുകൾക്കും സേവനം നൽകുന്നതിലുപരിയായി ഈ നാടിൻ്റെ ഒരു വിളക്കായി, ഈ നാടിൻ്റെ ഒരു സ്വന്തം സ്ഥാപനമായി നിലനിൽക്കുന്ന മീന്തുള്ളി അംഗൻവാടി. ഈ അംഗൻവാടിയിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സാവിത്രി ചേച്ചി. അംഗൻവാടിയുടെ മുഖം എന്ന് പറയുന്നത് അതിലെ ടീച്ചറും അല്ലെങ്കിൽ എൻ്റെ വർക്കറും ഹെൽപ്പറുമാണ്. അവരുടെ നേതൃത്വത്തിലാണ് അംഗൻവാടി പ്രവർത്തനം. ഒരു സ്കൂളാണെങ്കിൽ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, അനവധി അധ്യാപകരുണ്ടാവും. പക്ഷേ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ ICDS
കാര്യങ്ങളിലും അംഗൻവാടി വർക്കുകളിലൂടെ നടത്താൻ കഴിയും അങ്ങനെ ഒരു ശ്രമമാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഇപ്പം അങ്ങനെയൊക്കെ പറയാം ബിഎൽഒ ഡ്യൂട്ടി അനവധി ഡ്യൂട്ടികൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മേഖലയിലെ സഹപ്രവർത്തകരാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനിച്ച ആ നാൾ മുതൽ കുറച്ച് നാളുകൾ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അത് കഴിഞ്ഞ് ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞുകൊള്ളും. അപ്പം ആ കുട്ടികളെ ആ രാവിലെ തൊട്ട് വൈകുന്നേരം 3 വരെയുള്ള ആ സമയങ്ങളിൽ ആ ഹെൽപ്പർമാരുടെ ഇതിലാണ് വളർന്നു വരുന്നത്. കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെയും അനുഭവമായിരുന്നു. പെരിങ്ങമേഖല പഞ്ചായത്തിലായിരുന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ കാടാമറ്റിലെ മെമ്പറായിരുന്ന അച്ചാമദേവസ്വം കാലഘട്ടത്തിലാണ് മീനുള്ളിൽ അംഗൻവാടി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.